നമസ്കാരം. ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്ന വിഭവമാണ് തണ്ണിമത്തൻ കൊണ്ടുള്ള ജ്യൂസ്. പല തരത്തിലാണ് നമ്മുടെ തണ്ണിമത്തൻ കൊണ്ടുള്ള ജ്യൂസ് ഉണ്ടാക്കുന്നത്. അപ്പം നമ്മൾ ഉണ്ടാക്കുന്ന ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. അതിന് മുമ്പായിട്ട് ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തണ്ണിമത്തൻ ജ്യൂസിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് തണ്ണിമത്തൻ കഷ്ണമായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളൊരു കുപ്പി വെള്ളം എടുത്തിട്ടുണ്ട്, പഞ്ചസാര കുറച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതിലേക്കൊരു സ്പൂൺ എടുത്തിട്ടിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാര തണ്ണിമത്തനിലേക്ക് നമ്മൾ ഇടാണ്. നമുക്ക് ആവശ്യത്തിനുള്ള പഞ്ചസാര നമുക്കിടാം. ഞാനിപ്പോൾ ഒരു 3-4 സ്പൂൺ പഞ്ചസാരയാണ് ഇടുന്നത്. 3-4 5 വേണമെങ്കിൽ 5 ഇടാം. നമുക്ക് മധുരം അനുസരിച്ചുള്ള രീതിയിൽ ഇടാം കേട്ടോ. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ഇഷ്ടം പോലെ ഇടാം. ഞാനൊരു 5 സ്പൂൺ 6 സ്പൂണോളം ഇട്ടിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ നമുക്കൊന്ന് നന്നായിട്ട് അത് ഉടച്ച് എടുക്കണം നന്നായിട്ട്. അപ്പോൾ ഒരുമാതിരി ഇതൊക്കെ ആയിട്ട് ഉടച്ചെടുക്കണം നമ്മൾ തണ്ണിമത്തൻ. നന്നായിട്ട് ഉടച്ചെടുക്കുക. അതിലേക്ക് നമുക്ക് കുറച്ച് തണുത്ത വെള്ളം, കുറച്ച് ലേശം, അധികമൊന്നും വയ്ക്കേണ്ട, കുറച്ച് ഒഴിച്ചാൽ മതി. നമുക്ക് ഒഴിക്കാം. വെച്ചിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കുക. അത് നന്നായിട്ട് ഇളക്കിയെടുക്കണം. നന്നായിട്ട് നമ്മളിത് ഇളക്കി യോജിപ്പിച്ച് റെഡിയാക്കുകയാണ് ജ്യൂസ്. നമുക്ക് വെള്ളം ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒഴിക്കാം. അപ്പോൾ ഇതിപ്പോൾ നമുക്കധികം വെള്ളം വേണ്ട എന്ന് തോന്നുന്നു. ഒന്ന് ഇളക്കി കഴിയുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും എങ്ങനെയാണെന്ന്. അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ഒരു ലേശം വെള്ളം കൂടി അതിലേക്ക് ഒഴിക്കാം. നമുക്ക് അധികം വെള്ളം വേണ്ട, ലേശം വെള്ളം നമുക്ക് ഒഴിക്കാം. ഏകദേശമൊക്കെ നന്നായിട്ടത് ഉടഞ്ഞിട്ടുണ്ട് നമ്മുടെ തണ്ണിമത്തൻ. ഇനി നമുക്കത് ആവശ്യത്തിനൊരു ഗ്ലാസ് എടുക്കുക. ഗ്ലാസ് എടുത്തിട്ട് നമ്മളത് അതിലേക്ക് ഒഴിക്കുക. ഗ്ലാസ്സിലേക്ക് നമ്മൾ കുറേശ്ശായിട്ട് ഒഴിക്കുക. കുറേശ്ശായിട്ട് ഗ്ലാസ്സിലേക്ക് നമ്മളതെടുത്ത് ഒഴിക്കുക. എന്തായാലും നമ്മൾ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇങ്ങനെയാണ് നമ്മുടെ തണ്ണിമത്തൻ ജ്യൂസ് ഉണ്ടാക്കിയത്. നമ്മൾ എന്തായാലും വെറൈറ്റി ഒരു ജ്യൂസാണിത്. ഇതെല്ലാവരും ഉണ്ടാക്കി വെക്കുക വീട്ടിൽ. എന്തായാലും ശ്രീരാഗം രുചിക്കൂട്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെൽ ബട്ടൺ അമർത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനി അടുത്തൊരു നല്ലൊരു വിഭവമായിട്ട് എത്തുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.